ആ ഒരു അച്ചീവ്മെൻറ്റിൽ എത്തി നിൽക്കുമ്പോൾ ആ ഒരു സന്തോഷം ത്തെക്കാളേറെ ആ ഒരു റിസൾട്ട് റാങ്ക് ലിസ്റ്റിൽ വന്നു അല്ലെങ്കിൽ UPSC ക്ലിയർ ആയ എന്നുള്ളൊരു സന്തോഷത്തെക്കാളേറെ ഞാൻ വർക്ക് ചെയ്തതിലൊരു റിസൾട്ട് ഉണ്ടായി എന്നുള്ളതിൻ്റെ ഒരു എന്താണ് സന്തോഷമാണ് എനിക്കുള്ളത്. ബോർഡം നമുക്ക് ചിലപ്പം ക്രിയേറ്റ് ചെയ്യും ആ ഒരു റൊട്ടീനിൽ നമ്മൾ ഫുൾ ടൈം ഇൻവോൾവ് ചെയ്ത് പോകുമ്പോൾ. അപ്പോൾ അത്തരത്തിൽ ഒരു മൊണോട്ടോണി ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ കണ്ടെത്തിയിരുന്ന ഒരു ഉപാധി എന്ന് പറയുന്നത് എക്സ്ട്രാ റീഡിംഗ് ആയിരുന്നു. അപ്പോൾ എക്സ്ട്രാ റീഡിങ് ഇൻ ദ സെൻസ് ഫിക്ഷൻസ് ആവാം, നോൺ ഫിക്ഷൻസ് ആവാം, അല്ലെങ്കിൽ നല്ല കവിതകളാവാം, അല്ലെങ്കിൽ നല്ല ജേർണൽസ് ആവാം. പക്ഷേ ഇൻഡയറക്റ്റ്ലി ഈ സാധനങ്ങളൊക്കെ ഞാൻ അറിയാതെ എൻ്റെ UPSC ജേണിയിലേക്ക് കൂടെ എനിക്ക് ഹെൽപ്പ് ചെയ്യായിരുന്നു. അപ്പോൾ നാച്ചുറലി ആ ഒരു ആപ്റ്റിറ്റ്യൂഡ് എൻ്റെ ഉണ്ടാക്കിയെടുക്കാൻ എൻ്റെ പാരൻസിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വായന ഞാൻ സ്റ്റാർട്ട് ചെയ്ത ആ സമയത്താണ്. ഹലോ ഓൾ, വെൽക്കം ടു കുനിയ IAS. ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ ഇരിക്കുന്നത് ഈ വർഷത്തെ UPSC പരീക്ഷയിൽ 840 റാങ്ക് നേടിയിട്ടുള്ള റാഷിദ് അലി എന്ന് പറയുന്ന ആളാണ്. നിങ്ങളുമായിട്ട് അദ്ദേഹത്തിൻ്റെ പരീക്ഷയെ സംബന്ധിച്ചും വിജയപരാജയങ്ങളെ പറ്റിയും സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം നമ്മളോട് കൂടെ എത്തിയിട്ടുള്ളത്. വെൽക്കം ടു കുനിയ താങ്ക് യു. IAS. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം താങ്കൾ ഏകദേശം കഴിഞ്ഞ 4-5 വർഷങ്ങളായിട്ട് UPSCയുമായിട്ട് കണക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഈ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അങ്ങനെ അവസാനം 4 അറ്റംപ്റ്റുകളാണ് താങ്കളുടേത് കഴിഞ്ഞത്. 5 അറ്റംപ്റ്റുകൾ. ഈ 5 അറ്റംപ്റ്റിന് ശേഷം താങ്കൾ വിജയം കൈവരിച്ചിരിക്കുകയാണ്. അപ്പം ഈ ഒരു മൊമെന്റിൽ നിങ്ങളുടെ ഒന്ന് പിറകോട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ ഒരു പ്രത്യേകിച്ചും സിവിൽ സർവീസിൻ്റെ ഒരു യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ എൻ്റെ 5ാമത്തെ അറ്റംപ്റ്റിലാണ് ഞാൻ UPSC എക്സാം പാസ്സായത്. അപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് പുറകോട്ട് നോക്കുന്ന സമയത്ത് എനിക്ക് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നൊരു വികാരം എന്ന് പറയുന്നത് ഫീലിംഗ് റിലാക്സ്ഡ് ആണ്, ഭയങ്കര റിലീവ്ഡ് ആണ്. അപ്പോൾ ഈ ഒരു എക്സാമിൽ 5 വർഷം ഞാൻ 5 വർഷം ഈ ഒരു എക്സാമിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചല്ല ഈ ഒരു എക്സാമിനെ സ്റ്റാർട്ട് ചെയ്തത്. ഓരോ വർഷവും എന്തെങ്കിലുമൊക്കെ പിഴവുകൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ചെറിയ ചെറിയ അശ്രദ്ധകൾ കൊണ്ട് അതിങ്ങനെ നീണ്ടു പോവുകയുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഒരു അച്ചീവ്മെൻറ്റിൽ എത്തി നിൽക്കുമ്പോൾ ആ ഒരു സന്തോഷം ത്തെക്കാളേറെ ആ ഒരു റിസൾട്ട് റാങ്ക് ലിസ്റ്റിൽ വന്നു അല്ലെങ്കിൽ UPSC ക്ലിയർ ആയ എന്നുള്ളൊരു സന്തോഷത്തെക്കാളേറെ ഞാൻ വർക്ക് ചെയ്തതിലൊരു റിസൾട്ട് ഉണ്ടായി എന്നുള്ളതിൻ്റെ ഒരു എന്താണ് സന്തോഷമാണ് എനിക്കുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ആ ഒരു 5 വർഷം എന്ന് പറയുന്നത് പല പ്രയാസങ്ങൾ, സെറ്റ് ബാക്കുകൾ, ഫെയിലിയേഴ്സ്, സെൽഫ് ഡൗട്ട്, പലതരത്തിലുള്ള ഇമോഷൻസ്, മിക്സഡ് ആയിട്ടുള്ള ഇമോഷൻസിലൂടെ കടന്നു പോയതാണ്. അതിൻ്റെ കൂടെ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ്, അതേപോലെ നമുക്ക് ഈ ഒരു എക്സാമിൽ നമ്മൾ സെൽഫ് ഡൗട്ട് അടിക്കും. ഈ ഒരു എക്സാമിൽ പല സമയത്ത് നമ്മളെ കൊണ്ട് പറ്റുന്നതാണോ, ആ രീതിയിലൊക്കെ നമ്മൾക്ക് ഇത് നിർത്തിയാലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫീൽഡിലേക്ക് പോയാലോ. ചില സമയങ്ങളിൽ നമ്മുടെ മുന്നിൽ ശൂന്യത അനുഭവപ്പെട്ട സമയങ്ങളുണ്ട്. ഈ ഒരു എക്സാം ഇല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിലേക്ക് ഇനി എന്താണ്, ഇപ്പോൾ നമ്മളിതിൽ ഇൻവെസ്റ്റ് ചെയ്തു, നമ്മൾക്കുണ്ടായിരുന്ന ഗ്രാജുവേഷൻ, അതിൽ നമ്മളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു. അത്തരത്തിലൊക്കെ തോന്നിയ പല ഘട്ടങ്ങളുണ്ട്. പക്ഷെ അതിനൊക്കെ എന്താണ് എനിക്ക് മറികടക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു അനുഗ്രഹം, പല ആളുകളുടെ അനുഗ്രഹം, പ്രാർത്ഥന, അതേപോലെ ഞാൻ ചെയ്ത വർക്കിൻ്റെ ഒരു റിസൾട്ട്, കാണിച്ച ആത്മാർത്ഥതയുടെ ഒരു ഫലം എന്നതൊക്കെ ആവണം. ഫൈനലി എനിക്കൊരു സന്തോഷത്തെക്കാളേറെ സമാധാനമാണ് അനുഭവപ്പെടുന്നത് ഈ ഒരു അവസ്ഥയിൽ. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു ഇന്ററാക്ഷൻ ഇട്ടിട്ടുള്ള പേര് എന്ന് പറയുന്നത് ആൽക്കമി ഓഫ് ഹാപ്പിനെസ് എന്നാണ്. അപ്പോൾ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഹാപ്പിനെസ്സിനെ പറ്റി കൂടി സംസാരിക്കാനുള്ളതാണ്. അപ്പോൾ നേരത്തെ നിങ്ങൾ സംസാരിച്ച സമയത്ത് എന്നെ സ്ട്രൈക്ക് ചെയ്ത ചില വിഷയങ്ങൾ അല്ലെങ്കിൽ ചില വാക്കുകൾ നിങ്ങൾ പറഞ്ഞതിൽ ശൂന്യത അല്ലെങ്കിൽ സെൽഫ് ഡൗട്ടിലേക്കുള്ള ഒരു യാത്ര, അവിടുന്ന് വീണ്ടും റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ആത്മനിർവൃത്തി എന്നൊക്കെ പറയുന്ന സംഗതി. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ സന്തോഷത്തെക്കാൾ അപ്പുറത്തേക്ക്, അതിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും വരാം. ആ 5 വർഷത്തിൽ പലപ്പോഴും എനിക്ക് തോന്നുന്നു ആളുകൾ വിജയത്തിന് ശേഷം മാത്രമാണ് ആളുകളെ റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങുക. ആളുകൾ അപ്പോൾ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നിങ്ങൾ എങ്ങനെ എത്തി, നിങ്ങൾ എങ്ങനെ വിജയിച്ചു. പക്ഷെ ആരും കാണാതെ പോകുന്നത് അതിൻ്റെ പിറകിലുള്ള വലിയൊരു ശ്രമവും ഒരുപാടധികം പരാജയങ്ങളുണ്ട്. പരാജയങ്ങളെന്ന് പറയുമ്പോൾ അത് താങ്കൾ അനുഭവിച്ച കുറേ മാനസികപരമായിട്ടുള്ള വിഷമങ്ങളും ആ സമയത്തുണ്ട്. അപ്പോൾ ആ പരാജയങ്ങളെ പറ്റി കൂടി അല്ലെങ്കിൽ ആ വിഷമങ്ങളെ പറ്റി കൂടി കുറച്ച് സംസാരിച്ചാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു.
തീർച്ചയായും. ഇപ്പം നമ്മളാരും ശ്രദ്ധിക്കാതെ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ അവഗണിച്ച് കളയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആത്മസംഘർഷങ്ങളാണ്. അല്ലെങ്കിൽ നമ്മളൊരു വിജയം അല്ലെങ്കിൽ വലിയൊരു മുന്നേറ്റം നടത്തുമ്പോൾ അതിന് പിന്നിലുണ്ടായിരുന്ന നമ്മുടെ എഫേർട്ട് അല്ലെങ്കിൽ നമ്മുടെ പരിമിതികൾ, പരാധീനതകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താണ് നമ്മുടെ പ്രയാസങ്ങൾ, പരാജയങ്ങൾ. അപ്പോൾ എന്നെ സംബന്ധിച്ച് അത്തരത്തിൽ ഓരോ ഘട്ടങ്ങളിലും ഞാനിങ്ങനെ പരാജയപ്പെട്ടുകൊണ്ടിരുന്നൊരു സമയമുണ്ട്. അപ്പോൾ ആ പരാജയങ്ങളുടെ മാർജിൻ ചിലപ്പോൾ വളരെ ചെറുതായിരിക്കാം, വലുതായിരിക്കാം. പക്ഷേ ബൈനറി ആണല്ലോ. നമ്മളൊരു സിസ്റ്റം എന്ന് പറയുന്നത് ബൈനറി ആണ്. ജയം, തോൽവി എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ എഫേർട്ടുകളെ എത്രത്തോളം നമ്മൾ ലാഗ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്ര മാർജിനിലാണ് നമ്മൾ നഷ്ടപ്പെട്ടതെന്നുള്ളതൊന്നും സമൂഹത്തിലോ അല്ലെങ്കിൽ പുറത്തുള്ള ആളുകൾക്ക്, അപ്പോൾ നമ്മളെ അടുത്തറിയുന്ന ആളുകൾക്ക് പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ജയിച്ചിട്ടുണ്ടോ തോറ്റിട്ടുണ്ടോ എന്ന് അറിഞ്ഞാൽ മതി. അപ്പോൾ അത്തരത്തിൽ എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യത്തെ വട്ടം ഞാൻ എക്സാം എഴുതിയ സമയത്ത് എനിക്ക് 0.6 മാർക്കിനാണ് പ്രിലിംസ് നഷ്ടപ്പെട്ടത്. അപ്പോൾ അത് നമുക്ക് പുറം ലോകത്ത് നമുക്ക് അറിയിക്കാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു ഇപ്പോൾ നമുക്ക് ഈ വിജയം കൊണ്ട് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് ലെജിറ്റിമസിയാണ്. അപ്പോൾ നമുക്കൊരു സോഷ്യൽ അപ്രൂവൽ, ഒരു റെക്കഗ്നിഷൻ. അപ്പോൾ എനിക്കത് ഫേസ് ചെയ്ത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നാട്ടിന് പുറത്ത് നമ്മൾ സാധാരണ ഒരു കുട്ടിയായിട്ടാണ് വളരുന്നത്. അപ്പോൾ നമ്മൾക്ക് ആ ഒരു പരിഗണന നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ റിസൾട്ട് വന്ന സമയത്ത് എനിക്ക് ആ ഒരു ഹാപ്പിനെസ് ആണ് അല്ലെങ്കിൽ എന്താണ് ഒരു റിയലൈസേഷൻ എനിക്ക് ഉണ്ടായത്. ഇപ്പം നമ്മുടെ അടുത്ത് സ്ഥിരമായിട്ട് കണ്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ആളുകൾ നമ്മുടെ അടുത്ത് പെരുമാറുന്ന രീതിയിലൊരു മാറ്റം, അവർക്ക് നമ്മുടെ അടുത്ത് ചെറിയൊരു റെസ്പെക്റ്റ് വരുന്ന നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ആ ഫീലിൽ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ട്. പക്ഷേ അതിൽ നമ്മൾ അറിയാതെ പോകുന്നൊരു ഘടകം എന്ന് പറയുന്നത്, നമ്മൾ ഇതിന് മുൻപ് നമ്മൾ ട്രൈ ചെയ്തപ്പോൾ അല്ലെങ്കിൽ ശ്രമിച്ചപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട ആ ചെറിയ മാർജിനിൽ, അപ്പോൾ അത് നമുക്ക് അറിയിക്കാൻ, ഇപ്പം എന്നെ പോലെ ഈ എക്സാമിൽ ഇപ്പോൾ ഞാൻ ഈ വർഷം ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ എഫേർട്ട് കൊണ്ടോ പല തരത്തിലുള്ള കാരണങ്ങൾ ഒരുമിച്ച് വന്നതുകൊണ്ട് ഞാൻ എക്സാം പാസ്സായി. പക്ഷെ ഇതേപോലെ ചെറിയ മാർജിനിൽ മിസ്സായ ആളുകൾ ഈ വർഷം ഉണ്ടാവും. പക്ഷെ അവരുടെ ആ എഫേർട്ടിനെ റെക്കഗ്നൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ലെജിറ്റിമൈസ് ചെയ്യാനോ അവർക്ക് പറ്റുന്നില്ല. കാരണം അതെനിക്ക് മനസ്സിലാവുന്ന എന്തുകൊണ്ട് പറഞ്ഞാൽ ഈ സെയിം അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയ മാർജിൻ നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ സമൂഹം തോറ്റവനായിട്ട് കാണും. അപ്പോൾ അത് നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു അനുഭൂതി എന്ന് പറയുന്നത് സെൽഫ് ഡൗട്ടിലേക്ക് നമ്മളെ നയിക്കും. ശൂന്യത, നമ്മളൊന്നിനും കൊള്ളാത്തവരാണോ, നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ നമ്മൾ ചോദ്യം ചെയ്യും. അപ്പം അത്തരത്തിൽ നമ്മൾക്ക് ഈ പരാജയങ്ങൾ ഒത്തിരി സെൽഫ് ഡൗട്ടുകൾ അല്ലെങ്കിൽ ആത്മസംഘർഷങ്ങൾ തരും. പക്ഷെ അതിൽ നമ്മൾ തളർന്ന് പോവാതെ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇത്തരത്തിലേക്ക് ഒരു ക്ഷമ എന്ന് പറയുന്നത് ഈ ഒരു എക്സാമിൻ്റെ, അല്ല ഈ ഒരു എക്സാം എന്നല്ല, ഇപ്പോഴത്തെ നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റത്തിൻ്റെ ഒക്കെ മേഖലയിൽ അത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡിൽ ക്ഷമ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. അപ്പോൾ ആ ക്ഷമയാണ് നമുക്ക് പരാജയത്തെ നേരിടാൻ വേണ്ട ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ആത്മവിശ്വാസവും. എനിക്ക് മനസ്സിലാവുന്നൊരു സംഗതി റാഷിദ് പറഞ്ഞതിൽ നിന്ന് ചില പ്രത്യേക വാക്കുകൾ എടുത്തു പറയേണ്ടതായിട്ട് തോന്നുന്നുണ്ട്. ഒന്ന്, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഹാർഡ് വർക്കാണ് പരാജയപ്പെട്ട സമയത്തും വീണ്ടും എഴുതാനുള്ള ഒരു ത്വര എന്ന് പറയുന്നത്. രണ്ടാമത്തത് പേഷ്യൻസ് ആണ്. മൂന്നാമതായിട്ട് എനിക്ക് തോന്നുന്നു ജയപരാജയത്തിനപ്പുറത്തേക്ക് ആ പ്രോസസ്സിനെ കൂടി ആസ്വദിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ആ ബൈനറിയെ പറ്റി സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി. അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇനി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ തോന്നലാണ്, ഒരുപക്ഷെ നമ്മൾ സമൂഹത്തിലേക്ക് നോക്കുന്ന സമയത്ത് ആളുകൾ ഈ പറയുന്ന, ഒരുപക്ഷെ അതൊരു മെറ്റീരിയലിസ്റ്റിക് കൺസെപ്ഷൻ ആണോ എന്ന് എനിക്കറിയില്ല, ആളുകൾ മറ്റുള്ളവരെ അളക്കാൻ ശ്രമിക്കുക ആ ജയപരാജയത്തിൻ്റെ ബേസിസിലാണ്. അത് ഒരുപക്ഷെ നമ്മളെ അളക്കാൻ പലപ്പോഴും ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സെൽഫ് ഡൗട്ട് ഉണ്ടാകുന്നത്. ഞാൻ ജയിച്ചിട്ടുണ്ടോ തോറ്റിട്ടുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ പലപ്പോഴും ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്, ഈ പ്രോസസ്സിനെ അങ്ങ് ആസ്വദിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാക്ക് തന്നെ ഉണ്ടല്ലോ, എല്ലാ യുദ്ധങ്ങളും നമ്മൾ പങ്കെടുക്കുന്നത് ജയിക്കാൻ വേണ്ടി മാത്രമല്ല, സംബഡി വാസ് ദേർ എന്ന് പറയാൻ കൂടി വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ പ്രത്യേകിച്ചും ഞാൻ ഈ ഒരു ചോദ്യം ചോദിക്കാൻ കാരണം നമ്മുടെ ഒരു യുവതലമുറയോട്, അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഇപ്പോൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുള്ള നമ്മളെല്ലാവരോടും പറയുന്നത് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു വളരെ കോമ്പറ്റീറ്റീവ് ആയ ഒരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. കുട്ടികളോട് ഈ റിസൾട്ടിനെയും റാങ്കിനെയും അപ്പുറത്തേക്ക് ഈ പ്രോസസ്സിനെ കൂടി ആസ്വദിക്കാൻ പഠിപ്പിക്കേണ്ടതില്ലേ എന്നുള്ള, പ്രത്യേകിച്ച് ഒരു മെൻ്റൽ ഹെൽത്തിൻ്റെ പെർസ്പെക്റ്റീവ്, അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായും. ഇപ്പോൾ ഈ പ്രോസസ്സിനെ പറ്റി താങ്കൾ പറഞ്ഞു, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. നമ്മൾ പലപ്പോഴും മറന്നുപോയോ അല്ലെങ്കിൽ ഓവർലുക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രോസസ്സ് എൻജോയ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ കൂടെ ഈ ഒരു പാഠം നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നതാണ്, കേവലം ഒരു പരീക്ഷയിൽ മാത്രമല്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ ഈ ഒരു പ്രോസസ്സ്, ഇപ്പോൾ ഈ പരാജയങ്ങൾ ഞാൻ പറഞ്ഞു, 4 തവണ ഞാൻ പരാജയപ്പെട്ടു, 5ാമത്തെ തവണയാണ് എനിക്ക് വിജയം കണ്ടെത്താൻ പറ്റിയതെന്ന്. അപ്പോൾ ആ 4 തവണത്തെ പരാജയത്തിൽ
ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല 4 വർഷമായിന്ന്. ഇപ്പൊ 5ാമത്തെ വർഷം ഞാൻ ക്ലിയർ ആയപ്പോഴാണ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ 4 വർഷമായി എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞത്. അപ്പോൾ ആ തിരിച്ചറിവ് എനിക്ക് തരാതിരുന്നു, അല്ലെങ്കിൽ ആ 4 വർഷം ഞാൻ അത് തിരിച്ചറിയാതിരുന്നതിന് കാരണം ഞാൻ ആ പ്രോസസ്സിൽ ഇൻവോൾവ് ആയിരുന്നു. ആ എന്നെ സംബന്ധിച്ച് ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യാൻ എനിക്ക് സാധിച്ചത്, ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്റ്റൈൽ എന്ന് പറയുന്നത് ഞാൻ പേഴ്സണലി എന്നെ അസസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത് മറ്റുള്ളവരിൽ നിന്ന് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാൻ ചെയ്തത്. അത് ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ പ്രോസസ്സ് കുറച്ച് ഡിലേ ചെയ്തു, പക്ഷേ ആ ഒരു പ്രോസസ്സ് എന്നെ എൻജോയ് ചെയ്യാൻ സഹായിച്ചു എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, എനിക്ക് UPSCക്ക് നമുക്ക് സിലബസ് ഉണ്ട്, നമുക്കറിയാം എക്സാമിന് പഠിക്കാൻ വേണ്ട സിലബസും പാറ്റേൺസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ അതൊരു ബോർഡം നമുക്ക് ചിലപ്പം ക്രിയേറ്റ് ചെയ്യും, ആ ഒരു റൊട്ടീനിൽ നമ്മൾ ഫുൾ ടൈം ഇൻവോൾവ് ചെയ്ത് പോകുമ്പോൾ. അപ്പോൾ ആ തരത്തിൽ ഒരു മൊണോട്ടോണി ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ കണ്ടെത്തിയിരുന്ന ഒരു ഉപാധി എന്ന് പറയുന്നത് എക്സ്ട്രാ റീഡിംഗ് ആയിരുന്നു. അപ്പോൾ എക്സ്ട്രാ റീഡിങ് ഇൻ ദ സെൻസ് ഫിക്ഷൻസ് ആവാം, നോൺ ഫിക്ഷൻസ് ആവാം, അല്ലെങ്കിൽ നല്ല കവിതകളാവാം, അല്ലെങ്കിൽ നല്ല ജേർണൽസ് ആവാം. പക്ഷേ ഇൻഡയറക്റ്റ്ലി ഈ സാധനങ്ങളൊക്കെ ഞാൻ അറിയാതെ എൻ്റെ UPSC ജേണിയിലേക്ക് കൂടെ എനിക്ക് ഹെൽപ്പ് ചെയ്യായിരുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്കറിയാം UPSCക്ക് എസ്സേ എന്ന് പറയുന്നൊരു പേപ്പർ ഉണ്ട്, എത്തിക്സ് എന്ന് പറയുന്നൊരു പേപ്പർ ഉണ്ട്, അതേപോലെ ജനറൽ സ്റ്റഡീസ് പേപ്പറിലൊക്കെ. അപ്പോൾ നമ്മൾ ഗെയിൻ ചെയ്യുന്ന നോളജ് എക്സ്ട്രാ റീഡിങ്ങിൽ നിന്ന് അല്ലെങ്കിൽ തിരിച്ചറിവുകൾ, അത് നമ്മളെ എക്സാമിന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ആ ഒരു പ്രോസസ്സിൽ നമ്മൾക്ക് കുറച്ചുകൂടെ നമ്മുടെ ഒരു പർപ്പസ് നമുക്ക് കണ്ടെത്താനുള്ള ഒരു അവന്യൂ കൂടെ തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യും. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. അപ്പോൾ ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ കാലത്ത് ഞാൻ വായിച്ചൊരു കവിതയാണ് ഇത്താക്ക എന്ന് പറയുന്നത്. ഒരു ഗ്രീക്ക് പോയറ്റ് CP കഫേ എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ കവിതയാണ്. അപ്പോൾ ആ കവിതയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇത്താക്ക എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് ഐലൻഡാണ്. അപ്പോൾ ആ ഐലൻഡിലേക്കുള്ള ഒരു യാത്ര വിവരിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ആ ഗ്രീക്ക് ഐലൻഡായ ഇത്താക്കയിൽ എത്തുക എന്നുള്ളതല്ല നമ്മുടെ പരമമായ ലക്ഷ്യം. ആ ഒരു ഒബ്ജക്റ്റീവ് അവിടെ ഉണ്ട്. വൺസ് ആ ഒരു ഒബ്ജക്റ്റീവ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ ഒരു പ്രോസസ്സ് ഇത്താക്കയിലേക്കുള്ള യാത്രയിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതിലൊരു ലൈൻ ഉണ്ട്, എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു ലൈന്, ഇത്താക്ക മെ നോട്ട് ഹാവ് സംതിങ് ടു ഓഫർ യു, ബട്ട് ബൈ ദ ടൈം യു റീച്ച് ഇത്താക്ക യു മൈറ്റ് ഹാവ് ഫൗണ്ട് ഇറ്റ് ഈസ് പുവർ. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഇത്താക്കയിൽ ഒന്നും നിങ്ങൾക്ക് ഓഫർ ചെയ്യാനില്ലാത്തതുകൊണ്ടല്ല, നിങ്ങൾ ഇത്താക്കയിലേക്കുള്ള വഴിയിൽ ഇത്താക്കയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന വിശദത്തെക്കാൾ കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ യാത്രയിൽ നിങ്ങൾ നേടിയിട്ടുണ്ടാവും. നേടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതേ ഒരു ഫീലാണ് UPSC എക്സാം ക്ലിയർ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ UPSC എക്സാം ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വലിയ നോളജ് കാര്യങ്ങളല്ല ലഭിക്കുന്നത്. ഇപ്പോൾ UPSC അല്ലെങ്കിൽ നമുക്ക് അവിടെ വന്നിട്ട് ഒരു അത്ഭുതം തോന്നില്ല, ഒരു മൊമെൻ്ററി ജോയ്ക്ക് അപ്പുറം ഇത് വലിയൊരു സംഭവമായിട്ട് നമുക്ക് തോന്നില്ല. പക്ഷേ ആ ഒരു പ്രോസസ്സ് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ അമാൽഗമേറ്റ് ചെയ്ത നോളജ്, വിസ്ഡം, അല്ലെങ്കിൽ നമ്മുടെ വ്യൂ, പെർസ്പെക്റ്റീവ്സുകളൊക്കെ നമ്മളെ സംബന്ധിച്ച് ഒരു പേഴ്സൺ എന്ന നിലക്ക് അത് നമ്മളെ ഭയങ്കരമായിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ വ്യൂസിൽ ഒരു മോഡറേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്, പെർസ്പെക്റ്റീവിൽ കുറച്ച് ഡൈവേഴ്സിറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്തുകൊണ്ടുള്ള റിസൾട്ടാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഡിയറായിട്ട് വെച്ചിരുന്ന ഒരു കവിതയാണത്. ഞാൻ ഓരോ ഫെയിലിയർ വരുമ്പോഴും, അപ്പോൾ അതെന്ന് പറയുന്ന ഒരു പാഠമാണ്. ഇപ്പോൾ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ ഫെയിൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ് എന്നാണ്. അപ്പോൾ ഓരോ തോൽവികൾ അല്ലെങ്കിൽ ഓരോ പരാജയങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു പ്രോസസ്സിൽ നമ്മൾ ഗെയിൻ ചെയ്യുന്ന വിസ്ഡത്തിൻ്റെ അളവാണ്. അപ്പം ബെറ്റർ ഇറ്റ് ഈസ് ലോങ് എന്നുള്ളതായിരുന്നു ഞാൻ എൻ്റെ ഒരു ഫിലോസഫിയൊക്കെ എടുത്തിരുന്നത്. അപ്പോൾ ഈ വർഷം ഞാൻ ക്ലിയർ ആയതില്ലെങ്കിൽ അടുത്ത വർഷം എഴുതായിരുന്നു. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ പരാജയങ്ങൾ നമ്മളെ കുറച്ചുകൂടി റിസലിയന്റ് ആയിട്ടുള്ള ആൾക്കാരാക്കിയിട്ട് മാറ്റുന്നത്. തീർച്ചയായും. ചിലപ്പോൾ ജീവിതത്തിൽ അങ്ങനെ തന്നെ പറയാറുണ്ടല്ലോ, ചില പരാജയങ്ങൾ ഇല്ലെങ്കിലും പ്രശ്നമാണ്. അതെ. ആളുകൾ ജീവിതത്തിൽ കുറച്ചുകൂടെ അയാളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിലൊക്കെ പരിമിതികൾ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ശരിക്കും നിങ്ങളുടെ ഈ സംസാരിച്ച് വന്നതിൽ എന്നെ അട്രാക്ട് ചെയ്യുന്ന മറ്റൊരു വിഷയം, പരന്ന വായനയെ പറ്റിയിട്ടുള്ള, നിങ്ങൾ ഫിക്ഷനെ പറ്റി പറഞ്ഞു, നോവലുകളെ പറ്റിയിട്ടും കവിതകളെ പറ്റിയും സംസാരിച്ചു. എൻ്റെ ഒരു ആശങ്ക എന്ന് പറയുന്നത്, ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് ഞാനടക്കമുള്ളവരെ പറ്റിയിട്ടുള്ള ആശങ്ക കൂടിയാണ്, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ ഇത്രയധികം അതിപ്രസരിച്ചൊരു കാലഘട്ടത്തിൽ വായന മരിക്കുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല, ആ രീതിയിലേക്കുള്ള ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് അല്ല. എന്നാൽ പ്രത്യേകിച്ചും വായന എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്, ഞാൻ നിങ്ങളെ നേരത്തെ വ്യക്തിപരമായി പരിചയമുള്ള ഒരാളും കൂടിയാണ്. അപ്പം നിങ്ങളുടെ എസ്സേ വായിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്തോ ഒക്കെ തന്നെയും ആ ഒരു 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 ഫ്രഷ് തോട്ട്, അല്ലെങ്കിൽ കുറച്ച് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കാനുള്ള ഒരു എബിലിറ്റി പലപ്പോഴും സാറിന് കൈവന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ആ വായനയിലൂടെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കും. അപ്പോൾ ഈ വായന പുതിയൊരു തലമുറക്ക്, പ്രത്യേകിച്ചും നമ്മൾ ഈ ഒരു കോൺവെർസേഷൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതും ഈ പുതിയ തലമുറയായിരിക്കും. എന്താണ് ശരിക്കും ആ വായന, ഏത് രീതിയിൽ വായിക്കണം, എന്ത് വായിക്കണം എന്നുള്ളൊരു കാര്യം കൂടി അവരോട് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അത് അവർക്ക് കൂടുതൽ ഉപകാരപ്പെടും. എന്നെ സംബന്ധിച്ച് വായന എന്ന് പറയുന്നത് ഒരു ശീലമായിട്ട് എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ കൂടെ ഉള്ളതാണ്. അപ്പോൾ അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എൻ്റെ
തന്നെയാണ്. എൻ്റെ വാപ്പ ഗൾഫിലുണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് വാപ്പ ഗൾഫിലാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ കണ്ടിരുന്നത് വീട്ടിൽ വലിയൊരു ലൈബ്രറി ഉണ്ട്. ലൈബ്രറി എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ബുക്കുകളുടെ കളക്ഷൻ. അപ്പോൾ ഇത്രയും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വായന എന്ന് പറയുന്നത് അത് പരന്ന വായന ആണെങ്കിൽ പോലും അതൊരു ഏകപക്ഷീയമായ വായന നമ്മളുടെ വ്യൂസ് ആംപ്ലിഫൈ ചെയ്യുക. അതേസമയം നമ്മൾ വിവിധങ്ങളായിട്ടുള്ള ബുക്കുകൾ പലതരത്തിലുള്ള വ്യൂ പോയിന്റ്സുകൾ അവതരിപ്പിക്കുന്ന ബുക്കുകൾ ഒരേ സമയം വായിക്കുമ്പോഴാണ് നമ്മൾക്ക് പല പേഴ്സ്പെക്റ്റീവുകൾ നമ്മളിലേക്ക് എത്തുക. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഉപ്പ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ബുക്കുകൾ, ക്ലാസിക്കുകൾ, ഫിക്ഷൻസ് തന്നെ ലാറ്റിൻ അമേരിക്കൻ, റഷ്യൻ, ഫ്രഞ്ച്, അതേപോലെ മലയാളം നോവൽസ്, അതേപോലെ നോൺ ഫിക്ഷൻസ്, നമ്മളെ സോഷ്യലി ഇക്കണോമിക്കലി റിലവൻ്റ് ആയിട്ടുള്ള ബുക്കുകൾ എല്ലാം വീട്ടിൽ തന്നെ കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ, കുട്ടിക്കാലത്തെ ഓർമ്മയിൽ, ഇപ്പോൾ ഒരു തവണ വാപ്പ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നത് നമുക്കറിയാം. നമ്മളിപ്പോൾ നമ്മുടെ പാരൻസ് ഒക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ നമ്മളെ കാത്തിരിക്കുക നമുക്ക് പുതിയ കളിപ്പാട്ടങ്ങൾ അല്ലെങ്കിൽ ഡ്രസ്സുകൾ, അത്തരത്തിലുള്ള സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിരിക്കും. അപ്പോൾ എൻ്റെ വാപ്പയുടെ കയ്യിൽ വലിയ പെട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഇത് പൊട്ടിച്ചപ്പോൾ നോക്കിയപ്പോൾ കുറേ വീക്കിലീസാണുള്ളത്. മാതൃഭൂമി ആഴ്ച പതിപ്പുകൾ, കലാകൗമുദി, ആ സമയത്തുണ്ടായിരുന്ന പല വീക്കിലികൾ, മാധ്യമ ആഴ്ച പതിപ്പുകൾ. അപ്പോൾ അതിൻ്റെ കളക്ഷൻ ഇപ്പോഴും വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന സമയത്ത് വാപ്പ പറയാറുണ്ടായിരുന്നത് ഇതൊക്കെ ആ സമയത്ത് നമ്മളെ ഈ ടെക്നോളജി ഇത്ര ഡെവലപ്ഡ് അല്ല. അപ്പോൾ ഇൻ്റർനെറ്റ് ഇത്ര വൈഡ് ആയിട്ട് അവൈലബിൾ അല്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് വാപ്പ ഇത് കളക്ട് ചെയ്ത് വീട്ടിൽ കൊണ്ടുവെക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ ഇത് നമ്മൾക്ക് വായിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിനക്ക് വായിക്കാം, അനിയന് വായിക്കാം, ആ തരത്തിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നാച്ചുറലി ആ ഒരു ആപ്റ്റിറ്റ്യൂഡ് എൻ്റെ ഉണ്ടാക്കിയെടുക്കാൻ എൻ്റെ പാരൻസിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വായന ഞാൻ സ്റ്റാർട്ട് ചെയ്ത ആ സമയത്താണ്. അപ്പോൾ ഒരു തവണ നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് പലതരത്തിലുള്ള വ്യൂ പോയിന്റ്സിലേക്ക് നമ്മൾ പോകുന്നത് അതിന് പുറമെ ഓരോ പുസ്തകങ്ങൾ നമുക്ക് തരുന്നത് ഒരു യാത്രയാണ്. ഒരു ജീവിതത്തെ അറിയാം, അല്ലെങ്കിൽ പുതിയൊരു എക്സ്പീരിയൻസ്. അപ്പോൾ മിനിമലായിട്ടുള്ള എഫേർട്ടിൽ നമ്മൾ പല കാര്യങ്ങളെ പറ്റി നമുക്ക് അവയർനെസ് ഉണ്ടാക്കുക, എക്സ്പോഷർ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ചിന്തയെ കൂടി അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കുക. ഇപ്പോൾ ചില ചോദ്യങ്ങൾ, ഇപ്പോൾ അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന ബുക്കിൽ കുട്ടി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, വേർ ഡു ഓൾഡ് ബേർഡ്സ് ഗോ ടു ഡൈ എന്ന്. അപ്പോൾ ചില കൗതുകങ്ങൾ എന്നുള്ള കുസൃതികളിൽ നിറഞ്ഞ ചോദ്യങ്ങളായിരിക്കും. പക്ഷെ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അല്ലെ നമ്മൾ പരിചയപ്പെടുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ ക്രിട്ടിക്കലായിട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കും. ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കും. പരിചിതമായ സാധനങ്ങളിൽ നമ്മൾ ചിലപ്പോൾ ചില അപരിചിതത്വം അല്ലെങ്കിൽ ചില സ്ട്രേഞ്ച് കാര്യങ്ങൾ നമ്മൾ നോട്ടീസ് ചെയ്യും. അപ്പോൾ അതാണ് നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ്ങിലേക്ക് അല്ലെങ്കിൽ നമ്മളൊരു അവയർനെസ്, ഓപ്പൺനെസ്സിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഓപ്പണായിട്ട് നമുക്ക് സമൂഹത്തിൽ ഇടപെടാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ വിശകലനം ചെയ്യാനുള്ളൊരു കഴിവ് തരുന്നത്. അപ്പോൾ നമ്മൾ അറിയാതെ നമ്മളെ തോട്ട് പ്രോസസ്സിൽ ഈ ഒരു ചേഞ്ച് നടക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ളൊരു വായന കുട്ടികൾക്കെന്നല്ല, പലതരത്തിലുള്ള ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും, അത് ആളുകളുടെ വാല്യൂ സിസ്റ്റത്തിലായാലും അവരുടെ അവയർനെസ്സിലായാലും ഐഡിയോളജിക്കൽ ബിലീഫ് സിസ്റ്റത്തിലായാലും ഒക്കെ ഒരു മോഡറേഷൻ കൊണ്ടുവരാനും കുറച്ചും കൂടെ ക്രിട്ടിക്കലായിട്ട് കാര്യങ്ങളെ വ്യൂ ചെയ്യാനുള്ളൊരു എബിലിറ്റി ഉണ്ടാക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. നമ്മളുടെ ഈ മൊത്തം കോൺവെർസേഷൻസ് പോയിട്ടുള്ളത് കുറേ വാല്യൂസിന്റെ ബേസിസിലാണ്. അത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അങ്ങോട്ട് കൂടുതൽ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ, റാഷിദിനെ സംബന്ധിച്ചിടത്തോളം ഹാപ്പിനെസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഞാൻ അത് കുറച്ചുകൂടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട്, ഈ ഒരു എക്സാമിന്റെ വിജയമാണോ ഒരു ഹാപ്പിനെസ് ആയി കാണുന്നത്, അതല്ല അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും തലങ്ങൾ താങ്കളുടെ ഒരു ജീവിതത്തിലെ സന്തോഷത്തെ ഉണ്ടോ എന്നുള്ളത് അറിയാനൊരു ആഗ്രഹം. കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഹാപ്പിനെസ്, ഞാൻ വിചാരിച്ചിരുന്നത് ഈ പരീക്ഷ പാസ്സാവുക എന്നുള്ളതാണ് എൻ്റെ ഹാപ്പിനെസ് എന്നാണ്. പക്ഷെ അത് എനിക്ക് റിയലൈസ് ചെയ്തത് ഞാൻ ഈ പരീക്ഷ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ ഹാപ്പിനെസ് പോയി. ആ ഹാപ്പിനെസ് ഞാൻ നോർമലൈസ് ചെയ്തു. പിന്നെ അതിൽ കൂടുതൽ ഹാപ്പിനെസ് എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു എലൂസീവ് ആയിട്ടുള്ള ഒരു പെർസ്യൂട്ടാണ്. അപ്പോൾ അതിൽ പലപ്പോഴും നമ്മൾ പല തെറ്റിദ്ധാരണകൾ, അപ്പോൾ നമ്മൾ മെറ്റീരിയൽ പൊസഷൻസ് കൂട്ടുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് കിട്ടുമായിരിക്കും എന്ന് തോന്നുമായിരിക്കും. പക്ഷെ അത് കിട്ടിക്കഴിയുമ്പോൾ നമ്മളൊരു സാച്ചുറേഷൻ പോയിന്റിലെത്തും. വീണ്ടും നമ്മൾക്ക് സീക്ക് ചെയ്യാൻ തോന്നും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഹോളിസ്റ്റിക്കലി നമ്മളിപ്പോൾ ഹാപ്പിനെസ്സിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഓരോ തവണയും നമുക്ക് ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യം എന്താണെന്ന് ഞാൻ അനലൈസ് ചെയ്ത് നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായത്, നമുക്കൊരു സെൻസ് ഓഫ് ഫുൾഫിൽമെൻറ്റ്, ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ട് നമുക്കൊരു ഫുൾഫിൽമെൻറ്റ് അല്ലെങ്കിൽ ഒരു കണ്ടൻമെൻറ്റ് തരുന്നുണ്ടെങ്കിൽ അതാണ് ഹാപ്പിനെസ്. അപ്പോൾ നമുക്കൊരു കുറേ വാല്യൂ സിസ്റ്റം ഉണ്ടാവാം, കുറേ പ്രിൻസിപ്പിൾസ് ഉണ്ടാവാം. അപ്പോൾ ആ പ്രിൻസിപ്പിൾസ് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ, അത് പഠിക്കുന്ന സമയത്താണെങ്കിൽ പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാവുക, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ നന്നായിട്ട് വർക്ക് ചെയ്ത് ആ വർക്കിൽ കൊണ്ട് ആളുകൾക്ക് അതിന് ഒരു ബെനിഫിറ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയിലാണെങ്കിലും അതിലൊരു റിട്ടേൺ ഉണ്ടാവുക.
നമുക്ക് പേഴ്സണലി അല്ല, അതിലൊരു ഫലം ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഫലം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ അതിൽ നമ്മൾ ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നതും, ഇപ്പോൾ ചെറിയ രീതിയിൽ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നത് പോലും, അല്ലെങ്കിൽ നമ്മൾ മെൻ്റലി ഒരാളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് പോലും അവർക്ക് അതിലൊരു സെൻസ് ഓഫ് റിലീവോ അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ്സോ കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഹാപ്പിനെസ് ആയിട്ട് മാറുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഈ ഒരു ഫുൾഫിൽമെന്റ് തരുന്ന കാര്യങ്ങളാണ്. ഒരു പർപ്പസ് സെൻസ് ഡ്രിവൺ ഓഫ് പർപ്പസ്. ആയിട്ടുള്ള അതെ ഒരു വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള മറ്റുള്ളവർക്ക് കൂടി സർവീസ് ചെയ്യുന്ന അതെ ഒരു സംഗതിയാണ്. അതെ. സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യം, താങ്കൾ ഇനി ഇന്ത്യൻ റെയിൽവേ മാനേജ്മെന്റ് സർവീസിലേക്കാണ് ഈ വർഷം പോകുന്നത്. അപ്പോൾ ഒരു ഗവൺമെന്റ് സർവീസാണ്. ഗവൺമെന്റ് സർവീസ് എന്ന് പറയുന്ന അത്രയും ഒരുപാട് ആളുകളെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മേഖലയാണ്, പ്രത്യേകിച്ചും ഇന്ത്യ പോലെ ഒരു രാജ്യത്ത്, ഇത്രയധികം പോപ്പുലേഷൻ ഉള്ള ഒരു സ്ഥലത്ത്, പ്രത്യേകിച്ചും റെയിൽവേ പോലെ ഒരു സെക്ടർ എന്നൊക്കെ പറയുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരുടെ ഒരു കമ്മ്യൂട്ടേഷന് വേണ്ടിയിട്ടുള്ള ഒരു മീഡിയം കൂടിയാണ്. അപ്പോൾ പ്രത്യേകിച്ചും ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു സെക്ടർ ഒരേ സമയം സാധാരണക്കാരന് ബെനിഫിറ്റ് കിട്ടുകയും എന്നാൽ അതേസമയം പൊളിറ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഒരുപാട് ഇൻഫ്ലുവൻസുകൾ, അത് ചിലത് ശരികൾക്കായിരിക്കാം, മറ്റ് പല അൺഎത്തിക്കൽ പ്രാക്ടീസസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യത മനുഷ്യ സഹജമാണല്ലോ. അപ്പോൾ ഇങ്ങനൊരു മേഖലയിലേക്ക് താങ്കൾ കടക്കാൻ പോകണം. എന്നാൽ അതേസമയം നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് മുഴുവൻ വാല്യൂസിനെ പറ്റിയിട്ട്. അപ്പം ഏത് തരത്തിലാണ് താങ്കൾ ഈ ഒരു വാല്യൂ സിസ്റ്റത്തിനെ താങ്കളുടെ ഫ്യൂച്ചറിലേക്കുള്ള യാത്രയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് കൂടി അറിഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും വലിയൊരു ചലഞ്ചായിരിക്കും ഇത്രയും വലിയൊരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ആ ഒരു സിസ്റ്റം എനിക്കൊരു ഐഡിയലിസ്റ്റ് ബിലീഫൊന്നും ഇല്ല. അതായത് സിസ്റ്റത്തിൽ നമുക്ക് പോയിട്ട് എല്ലാ കാര്യങ്ങളും നേരാക്കാൻ കഴിയും, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയുന്നത്. പക്ഷെ നമുക്കൊരു മോറൽ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരു വാല്യൂ സിസ്റ്റം ഉണ്ട്. അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ചാർട്ടറും ഉണ്ട്. അപ്പോൾ ആ ചാർട്ടറിനെ മാക്സിമം റിക്കൺസൈൽ ചെയ്ത് അതിൻ്റെ ബെനിഫിറ്റ്സ്, അതിൻ്റെ കസ്റ്റമേഴ്സ് ആരാണോ അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിഷ്യറീസ് ആരാണോ അവരിലേക്ക് അത് മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ട് എത്തിക്കാൻ എൻ്റെ പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അംബിഷനായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൽ പല കാര്യങ്ങൾ വരാം. അതിൻ്റെ ആ സർവീസ് ഡെലിവറി മാക്സിമം എഫിഷ്യൻ്റ് ആക്കാൻ കഴിയുക, അതിലുള്ള ലൂപ്പ് ഹോൾസ് മാക്സിമം എന്നെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നത് പരിഹരിക്കുക, അതേപോലെ അത് മോഡേണൈസ് ചെയ്ത് കൂടുതൽ നല്ല രീതിയിൽ ആളുകൾക്ക് ലഭ്യമാക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടെ സിൻസിയറായിട്ട് ഇടപെടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അതിൽ പ്രത്യേകിച്ചും ഞാൻ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് കുറേ വാല്യൂസിനെ പറ്റിയിട്ടും സന്തോഷങ്ങളെ പറ്റിയിട്ടും പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ ഹാപ്പിനെസ്സിനെ കൂടി പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും റാഷിദ് അലി എന്ന് പറയുന്ന നിങ്ങൾ ഇനി റെയിൽവേയുടെ സർവീസിലേക്ക് കടക്കാൻ പോവുകയാണ്. അവിടെ ഒരുപാട് ആളുകളെ സെർവ് ചെയ്യുന്ന, നിങ്ങൾ പറയുന്ന രീതിയിൽ ഒരുപാട് വാല്യൂ സിസ്റ്റത്തിനെ ഹോൾഡ് ചെയ്യുന്ന, നാളെ തിരിഞ്ഞു നോക്കുമ്പോൾ താങ്കൾക്കും അതേപോലെ പ്രേക്ഷകരായിരിക്കുന്ന ഞങ്ങൾക്കും ഒരേപോലെ സന്തോഷം നൽകുന്ന ഒരു മികച്ച ഓഫീസറായിട്ട് മാറാൻ, അതിൻ്റെ കൃത്യമായ കമ്മിറ്റ്മെൻറ്റോടുകൂടി മുന്നോട്ട് പോകാനും അതിൽ സംതൃപ്തിയും ഫുൾഫിൽമെൻറ്റുകളും ഉണ്ടാവാൻ താങ്കൾക്ക് സാധിക്കട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇത്രയും സമയം ഞങ്ങളുടെ കൂടെ ചെലവഴിച്ചതിൽ, കാരണം നമ്മൾ പല വിഷയങ്ങളെ പറ്റിയിട്ട് സംസാരിച്ചു, അതിനുവേണ്ടി സമയം തന്നതിലും അകമഴിഞ്ഞ നന്ദി കുനിയയുടെ പേരിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു.